അമേരിക്കൻ പൗരന്മാർ പൗരത്വ രേഖകൾ വല്ലതും കയ്യിൽ കരുതേണ്ടതുണ്ടോ? ആവശ്യമില്ല എന്നാണ് വിദഗ്ധരും അറ്റോർണിമാരും ഒക്കെ പറയുന്നത്. അമേരിക്കൻ സിവിൽ ലിബർട്ടി യൂണിയൻ്റെ അറ്റോർണിമാരും വിദഗ്ധരും എല്ലാം അതുതന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് പെട്ടെന്നൊരു വിവാദമായി. അതിൻ്റെ കാരണം ഈ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ സെക്രട്ടറി ക്രിസ്റ്റീൻ നോയം, അവരുടെ കമാൻഡർ അറ്റ് ലാർജ് എന്ന് പറഞ്ഞൊരു കക്ഷി ഗ്രിഗറി ബോബീനോ, അദ്ദേഹം പറഞ്ഞത് ഈ പൗരത്വ രേഖകളുടെ കയ്യിൽ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറയാനുള്ള കാരണം, ഏതോ ഒരു അമേരിക്കൻ പൗരനെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനെ തുടർന്നാണ് അദ്ദേഹം ഈ കമൻറ്റ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ പരാമർശം നടത്തിയത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വലിയ വിവാദമായി. ചെറിയ കാര്യങ്ങൾ മതിയല്ലോ. അപ്പോഴാണ് വിദഗ്ധരത് വ്യക്തമാക്കിയത്, അമേരിക്കൻ പൗരന്മാർ ഒരു രേഖയും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല, അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല എന്ന്. പക്ഷേ നമ്മളെ പിടികൂടിയാൽ നമ്മളെന്ത് പറയും? നമ്മൾ അമേരിക്കൻ പൗരനാണെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള നമ്മുടെ കയ്യിൽ എന്ത് വസ്തുതയാണുള്ളത്? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ റിയൽ ഐ ഡിയോ ഡ്രൈവിംഗ് ലൈസൻസോ ഇതൊന്നും പൗരത്വ രേഖകളല്ല, നമ്മുടെ പൗരനാണെന്നുള്ളതിന് തെളിയിക്കുന്ന രേഖയല്ല, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ്റെ രേഖയല്ല, അതിന് വേറെ രേഖകളാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ അതൊരു ഈ ഹോംലാൻഡ് സെക്രട്ടറിയുടെ വളരെ അടുത്ത ആൾ അവർക്കാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളൊക്കെ പറയുമ്പോൾ ഈ ആരെയും വിളിച്ചു നിർത്തി ചോദ്യം ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു റേസിസം ഉള്ളതാണ് നമ്മളെ അലോസരപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഒരു വെള്ളക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് താൻ പൗരനാണോ, തൻ്റെ പൗരത്വ രേഖ കാണിക്കണമെന്ന് പറയുമോ? ഈ ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു കറമ്പനോടും അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ മിനസോട്ടായിൽ ചിലപ്പോൾ സൊമാലിയക്കാരോട് ചോദിച്ചു വന്നിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് താനും. എങ്ങനെയായാലും ഈ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കൊണ്ടു നടക്കുക നമുക്ക് എളുപ്പമുള്ള കാര്യമല്ല. ഇൻസൈഡ് അമേരിക്ക അതൊരു പ്രശ്നമാകാനും വഴിയില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട അറസ്റ്റുകളും ഒറ്റപ്പെട്ട പിടികൂടി അറസ്റ്റ് ചെയ്തു, അപ്പോൾ നമുക്ക് രേഖകൾ കാണിക്കാൻ പറ്റും. പക്ഷേ ഈ അറസ്റ്റും മറ്റും നമുക്കറിയാം, ക്രൂരമായിട്ടുള്ള അറസ്റ്റും ഒക്കെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്, പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്നത്. അതും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കും നല്ലതാണ്. ഇങ്ങനെയും ഒരു പ്രശ്നം വരാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല എന്നാണ് വിദഗ്ധരെല്ലാം പറയുന്നത്, വക്കീലന്മാരും വിദഗ്ധരും ഒക്കെ പറയുന്നത്. പക്ഷേ ഈ പിടികൂടിയാൽ കുറേ പേരെ പിടികൂടുന്ന കൂടെ നമ്മളെയും പിടികൂടിയാൽ നമ്മൾ പൗരനാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കണമല്ലോ. അപ്പോൾ ആ തെളിവ് നമ്മുടെ കയ്യിൽ ഈ റിയൽ ഐ ഡിയോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ എൻഹാൻസ്ഡ് ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെ വെറും ഡ്രൈവിംഗ് ലൈസൻസോ ഒന്നും അതിന് മതിയാവില്ല എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെയുള്ള അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പം തന്നെ കണ്ട വേറൊരു വാർത്തയാണ്, ഈ കാലിഫോർണിയയിൽ ഏതാണ്ട് 85 മറ്റോ ട്രക്ക് ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 45 പേരെ. ആ 45 പേരെ അറസ്റ്റ് ചെയ്തതിൽ 30 പേര് ഇന്ത്യക്കാരാണ്. അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ഈ ഹെവി ഡ്യൂട്ടി വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. പക്ഷേ ഇവരുടെ ഇമിഗ്രേഷൻ പേപ്പേഴ്സ് അതിനു മുമ്പ് തീരും. ഇമിഗ്രേഷൻ കാലാവധി ഇപ്പം ഏപ്രിലിൽ കാലാവധി തീരും, ഇമിഗ്രേഷൻ കാലാവധി തീരും. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് അടുത്ത ഡിസംബർ വരെ കാണും. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടാണ് ഇവർ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇമിഗ്രേഷൻ ഇത് നോക്കാതെയാണ് ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയായാലും ഒരുപാട് 17,000 കാലിഫോർണിയയിൽ തന്നെ 17,000 ട്രക്ക് ഡ്രൈവർമാരുടെ ലൈസൻസോ മറ്റോ റദ്ദ് ചെയ്യുകയുണ്ടായി. ഇംഗ്ലീഷ് അറിയാത്തവരും ഇങ്ങനെ ഇമിഗ്രേഷൻ്റെ പ്രശ്നമുള്ളവരും. അത് കാലിഫോർണിയയെ ഫെഡറൽ ഗവൺമെൻറ് അത് ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി സീൻ ഡഫി അദ്ദേഹം കുറ്റപ്പെടുത്തുമ്പോൾ ഈ ഡഫി പറയുന്നതെല്ലാം നുണയാണെന്നാണ് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം അദ്ദേഹത്തിൻ്റെ ഓഫീസ് പറയുന്നത്. എങ്ങനെയായാലും ഇതെല്ലാം രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പക്ഷേ നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കണം, കാരണം ഇതെല്ലാം നമ്മളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മളെ നമുക്ക് ഈ വിഷയത്തിലുള്ള പ്രാധാന്യവും നമ്മളിതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതും. അപ്പോൾ പൗരത്വം സംബന്ധിച്ച് പൗരനാണെങ്കിലും ഒരു പക്ഷേ രേഖകൾ ചോദിച്ചു എന്നിരിക്കാം. അപ്പോൾ പാസ്പോർട്ട് ഉണ്ടേ മതി, പാസ്പോർട്ടാണല്ലോ ഏറ്റവും വലിയ രേഖ. അപ്പോൾ അമേരിക്കയ്ക്ക് പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻസൈഡ് അമേരിക്ക ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പോരാ, ചിലപ്പോൾ പാസ്പോർട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള രേഖകളോ ഒരുപക്ഷേ ഹാജരാക്കേണ്ടി വന്നാൽ, അങ്ങനെ വരണമെന്നില്ല, അങ്ങനെ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് എപ്പോഴും നല്ലൊരു കാര്യമാണ്.